ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സെക്ഷുവൽ ടോപ്പിക്കാണ്, അതായത് ട്രൈ ഓർഗാസം എന്ന് പറയും. ഈ ഒരു ട്രൈ ഓർഗാസം ശരിക്കും ആണുങ്ങളിലാണ് കണ്ടുവരുന്നത്. ഒരു ട്രൈ ഓർഗാസം കൊണ്ട് മീൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പുരുഷൻ അവരുടെ സെക്ഷുവൽ ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ മേ ബി അവരുടെ പെനിസിൽ നിന്ന് ഒരു ഫ്ലൂയിഡും പുറത്തു വരാറുണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഇത് തിങ്ക് ചെയ്യും, മേ ബി ഇത് എന്തെങ്കിലും പ്രോസ്റ്റേറ്റിക് ഗ്രന്ഥിയിലോ വല്ല തകരാറായിട്ടോ അല്ലെങ്കിൽ വല്ല ക്യാൻസറിന്റെ സിംറ്റം ആയിരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ പേടിച്ചു പോകാറുണ്ട്. അപ്പൊ ആക്ച്വലി ഈ ഒരു ട്രൈ ഓർഗാസം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്താണ്, അതാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാരണങ്ങളെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ, ഒന്നാമത്തെ കാരണം വെച്ച് കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ഓർഗാസം എന്ന് പറയും. അതായത് ഒന്നിൽ കൂടുതൽ തവണ രതിമൂർച്ചയിൽ എത്തുക. ഒരു പുരുഷനിൽ കൂടുതലായിട്ടും ഒരു പുരുഷനുള്ള കഴിവാണ് ഒന്നിൽ കൂടുതൽ തവണ രതിമൂർച്ചയിൽ എത്തുക എന്നത്. അപ്പോൾ ഇതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്, മേ ബി വൺ ടൈം, അതായത് ആദ്യമായിട്ട് സ്വയംഭോഗം അല്ലെങ്കിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എല്ലാ ഫ്ലൂയിഡും മേ ബി ആ ഒരു എജാക്കുലേഷൻ ടൈമിലായിരിക്കും എല്ലാ ഫ്ലൂയിഡും പുറത്തു വരുന്നത്. പക്ഷെ രണ്ടാമത്തെ മൂന്നാമത്തെ തവണ ഇത് ചെയ്യുമ്പോൾ ഫ്ലൂയിഡ് ഒന്നും പുറത്തു വരത്തില്ല. കാരണം ഒന്നാമത്തെ തവണ ചെയ്യുമ്പോൾ എല്ലാ ഫ്ലൂയിഡും പുറത്തു വരുന്നത് കാരണം രണ്ടാമത്തെ തവണ ചെയ്യുമ്പോൾ ആ ഒരു സെമിനൽ ഫ്ലൂയിഡ് അല്ലെങ്കിൽ സെക്സ് ഗ്ലാൻഡിൽ ഈ ഒരു ഫ്ലൂയിഡ് ഉണ്ടാകത്തില്ല. അപ്പോൾ ഇത് കാരണമായിരിക്കാം ഈ ഒരു ട്രൈ ഓർഗാസം നിങ്ങൾ ഫീൽ ചെയ്യുന്നത്. ഇതൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രോബ്ലം ആണെന്ന് കരുതേണ്ട ആവശ്യമില്ല. ഇതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ കാരണം പറയുകയാണെങ്കിൽ, സ്പേം ഡക്റ്റിലോ അല്ലെങ്കിൽ സെമിനൽ വെസിക്കിളിലോ മേ ബി എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ മേ ബി അത് റിലേറ്റ് ചെയ്തും ഈ ഒരു ട്രൈ ഓർഗാസം നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ സ്പേം കറക്റ്റായിട്ട് പുറത്തു വരത്തില്ല. അപ്പൊ ഇതുകൊണ്ട് നിങ്ങൾ ബേജാറാവേണ്ട ആവശ്യമില്ല. കാരണം ഇത് സ്പേം ഡക്റ്റിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ഒബ്സ്ട്രക്ഷൻ ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു ട്രൈ ഓർഗാസം ഇവിടെ ഫീൽ ചെയ്യുന്നത്. മൂന്നാമത്തെ കാരണം പറയുവാണെങ്കിൽ, കൺജനൈറ്റൽ അബ്നോർമാലിറ്റീസ്, അല്ലെങ്കിൽ ചില ടൈമിൽ എന്തെങ്കിലും ഒരു അബ്നോർമാലിറ്റീസ് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിൽ ഉണ്ടെങ്കിൽ അത് റിലേറ്റ് ചെയ്തും ഈ ഒരു ട്രൈ ഓർഗാസം സ്പേം കറക്റ്റായിട്ട് പുറത്തു വരാത്ത ഒരു സ്ഥിതിയിലേക്ക് എത്തിപ്പെടാം. നാലാമത്തെ കാരണം പറയുകയാണെങ്കിൽ, പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വലിപ്പം കൂടുക. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വലിപ്പം കൂടിയാൽ ഈ ഒരു സിംറ്റം ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അഞ്ചാമത്തെ കാരണം പറയുകയാണെങ്കിൽ, ഏതെങ്കിലും മരുന്നുകൾ, അതായത് മേ ബി ചില മനുഷ്യർ, ചില ആൾക്കാർ ഈ ഒരു സാഹചര്യത്തിൽ കൂടുതലായിട്ടും ഹൈ ബ്ലഡ് പ്രഷർ മെഡിസിൻ എടുക്കുകയാണെങ്കിൽ അത് റിലേറ്റ് ചെയ്തും ഈ ഒരു ട്രൈ ഓർഗാസം ഉണ്ടാവാം. അപ്പോൾ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കാരണങ്ങൾ. നിങ്ങൾ വിചാരിക്കും ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വല്ല പ്രോബ്ലം ആയിരിക്കും എന്നായിരിക്കും. പക്ഷെ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡും ഈ ഒരു ട്രൈ ഓർഗാസം തമ്മിലുള്ള ഒരു വ്യത്യാസം വളരെ കൂടുതലാണ്. അപ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ മേ ബി ഈ ഒരു ട്രൈ ഓർഗാസം നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ അടുത്ത കൂടുതലായിട്ടും ആണുങ്ങൾ കണ്ടുവരുന്ന ഒരു പ്രോബ്ലമാണ് റെട്രോഗ്രേഡ് എജാക്കുലേഷൻ. അതായത് ആ ഒരു വ്യക്തിയിൽ സ്പേം പുറത്തു വരുന്നത് മേ ബി യൂറിത്രയിലൂടെ ആയിരിക്കാം. അതായത് ഒരാണുടെ മൂത്രനാളത്തിൽ കൂടെ ആയിരിക്കാം ഈ ഒരു സ്പേം പുറത്തു വരുന്നത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ ഒരു ട്രൈ ഓർഗാസം മേ ബി റെട്രോഗ്രേഡ് എജാക്കുലേഷന്റെ കാരണമാവുമോ, അതിന് റെട്രോഗ്രേഡ് എജാക്കുലേഷൻ ഉള്ളത് കൊണ്ട് ഈ ഒരു ട്രൈ ഓർഗാസം ഉണ്ടാവുമോ എന്നൊക്കെ ആയിരിക്കും തിങ്ക് ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലായിട്ട് പറയുകയാണെങ്കിൽ ഇത് റെട്രോഗ്രേഡ് എജാക്കുലേഷൻ കൂടുതലായിട്ടും കാണുന്നത് മെച്യൂർ മെൻ അല്ലെങ്കിൽ വയസ്സായ ആളുകളിലായിരിക്കും കാണപ്പെടുന്നത്. പക്ഷേ ഈ ഒരു ട്രൈ ഓർഗാസം കാണുന്നത് 20 വയസ്സിൽ അല്ലെങ്കിൽ 20-30 വയസ്സിലുള്ള ആൾക്കാരുടെ ഇടയിലാണ് ഈ ഒരു ട്രൈ ഓർഗാസം കാണുന്നത്. അപ്പോൾ രണ്ട് ഡിഫറൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇത് വിചാരിച്ച് ബേജാറാവേണ്ട ആവശ്യം ഇവിടെ ഇല്ല. സോ റെട്രോഗ്രേഡ് എജാക്കുലേഷൻ ഈ ഒരു ട്രൈ ഓർഗാസം തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ടെന്നാണ് ഈ ഒരു കാര്യത്തിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത കോമൺ ഡൗട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ട്രൈ ഓർഗാസം, അതായത് സ്പേം ഒന്നും പുറത്തുനിന്നില്ല, നിങ്ങൾ തീർച്ചയായും ഇത് ഇൻഫെർട്ടിലിറ്റിക്ക് വല്ല കാരണമാകുമോ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ഇൻഫെർട്ടിലിറ്റിയും ഈ ഒരു ട്രൈ ഓർഗാസവും തമ്മിൽ കുറേ വ്യത്യാസമുണ്ട്. അതായത് ഈ ഒരു ട്രൈ ഓർഗാസം ഉണ്ടായാൽ പോലും മേ ബി നിങ്ങളുടെ പെനിസിൻ്റെ അറൗണ്ടിലായിട്ട് അല്ലെങ്കിൽ ആ ഒരു പെനിസിൽ കൂടുതലായിട്ടും ഈ ഒരു സെമിനൽ ഫ്ലൂയിഡ് ഉണ്ടാവും. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല എന്നേ ഉള്ളൂ. അപ്പോൾ അതും ഈ ഒരു പ്രഗ്നൻസിയും തമ്മിൽ കുറേ ഡിഫറൻസ് ഉണ്ട്. മേ ബി ഈ ഒരു ആ ഒരു ട്രൈ ഓർഗാസം ഫീൽ ചെയ്യുന്ന അടുത്ത ദിവസം
ഇപ്പോൾ ഇന്ന് ഫീൽ ചെയ്യുന്നെങ്കിൽ മേ ബി അടുത്ത ദിവസം നിങ്ങളുടെ സെക്സ് ഗ്ലാൻഡിൽ ഈ ഒരു സെമിനൽ ഫ്ലൂയിഡ് വന്ന് വരാതിരിക്കത്തില്ല. അതായത് ആ ഒരു ട്രയൽ ഓർഗാസം ആ ഒരു ടൈമിൽ മാത്രമേ ഈ ഒരു സെമിനൽ ഫ്ലൂയിഡിൻ്റെ അളവ് ഇല്ലാതാവുകയുള്ളൂ. കാരണം ആ സ്പെർം ഓൾറെഡി പുറത്ത് വന്നിട്ടില്ല. പക്ഷേ അടുത്ത ദിവസം നിങ്ങളുടെ സെക്സ് ഗ്ലാൻഡിൽ അല്ലെങ്കിൽ ടെസ്റ്റിക്കിൾസിന് ഒരു സ്പെർം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഡൗട്ട് ചെയ്യുമായിരിക്കും, ഈ ഒരു ട്രൈ ഓർഗാസം കാരണം മേ ബി ഇങ്ങനെ സംഭവിക്കോ അല്ലെങ്കിൽ ഇൻഫെർട്ടിലിറ്റി പ്രോബ്ലംസ് ഉണ്ടാവോ എന്നൊക്കെ തിങ്ക് ചെയ്യും. പക്ഷേ ആക്ച്വൽ റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഫെർട്ടിലിറ്റിയും ഈ ഒരു ട്രൈ ഓർഗാസവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിലായിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ.